നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഏർലി ആയിട്ട് എങ്ങനെ ഓട്ടിസം ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഓട്ടിസത്തിന്റെ തെറാപ്പി പോകുന്നത്? ആദ്യം ഓട്ടിസം ആണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളിലേക്ക് അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട കുട്ടിക്ക് എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടോ, ഇനി എന്തെങ്കിലും ജനറ്റിക് ആയിട്ട് പ്രോബ്ലം കൊണ്ടാണോ. ചില കുട്ടികളിൽ ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിലേ ഒക്കെ ഈവൻ സീഷേഴ്സ് കൊണ്ടും വരാം. സോ ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പീഡിയാട്രീഷ്യനെയാണ് ആദ്യം കണ്ടിട്ട് ഒരു പ്രൊവിഷ്യൽ ഡയഗ്നോസിസിൽ എത്തുക എന്ന് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് തെറാപ്പികളിലേക്ക് പോകാവുന്നതാണ്. തെറാപ്പികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏർലി ഓട്ടിസത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ പറയുന്നത് രക്ഷിതാക്കൾ കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരുന്ന തെറാപ്പികളാണ്. നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ ഈ തെറാപ്പികളുടെ ഭാഗമാവണം. അപ്പോൾ തെറാപ്പികൾ എന്ന് പറയുമ്പം ഓട്ടിസത്തിൽ നമ്മൾ സോഷ്യലൈസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് സംസാരം വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് പറയും. നമ്മളെ മുഖത്തേക്ക് നോക്കുന്നത്, അതേപോലെ നമ്മളെ ശ്രദ്ധിക്കുന്നത്, നമ്മളെ നോക്കി ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ഒരു ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം വരേണ്ടതായിട്ടുണ്ട്. അത് വരുന്നതോടുകൂടി കൂടെ തന്നെയാണ് സ്പീച്ച് വരിക. അപ്പോൾ പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടെ സോഷ്യലൈസേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ കൂടെ കൊടുക്കേണ്ടതുണ്ട്.